ഈ ബിൽഡിങ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നെനിക്കറിയില്ല. ഈ ബിൽഡിങ്ങിലാണ് 2-3 പ്രാവശ്യമായിട്ട് പോലീസുകാർ വന്ന് എന്നെ തെളിവെടുപ്പ്, പിന്നെ അതുകൂടാതെ തോക്കുമായി ബാല വന്ന് പോലീസ് ഇഷ്യൂസാണെല്ലാം. കഴിഞ്ഞ ദിവസം എന്താ പറയുക, ഇതിനകത്ത് MDMA കഞ്ചാവോ ഒക്കെ ഉണ്ടെന്നൊക്കെ തോന്നുന്നു. ഏതോ ഒരാളെ അവിടെ പിടിക്കുന്നു. ഈ ബിൽഡിങ്ങിൻ്റെ പരിസരത്ത് വന്ന് നിന്ന് പോയ ഒരാളാണ്. അതുകൊണ്ട് ചെകുത്താൻ്റെ റൂം എവിടെയെന്ന് ചോദിച്ച് പോലീസ് നടക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ അതുകൂടാതെ വാർത്ത, ഇപ്പോൾ ഏഷ്യാനെറ്റ് കഴിഞ്ഞ ദിവസം ഒരു പരിപാടി അവതരിപ്പിച്ചു, ചെകുത്താൻ്റെ ആറാട്ടം എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം. ഇവരൊക്കെ വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ പിടിച്ചവരെ പലരെയും പിടിച്ചല്ലോ എന്ന് പറഞ്ഞ പോലെ കഞ്ചാവോ അല്ലെങ്കിൽ ഒന്ന് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചോ, അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വലിച്ചിട്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ തരം പെറ്റി അടിച്ചിട്ടോ, റാഷ് ഡ്രൈവിങ്ങോ, എന്തെങ്കിലും ഒരു വണ്ടിയെങ്കിലും ഒന്ന് ഇടിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് എന്നെ തല്ലിക്കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരിവിടെ ഉണ്ട്. കഞ്ചാവോ കള്ളോ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ട് ഒരു പെരുത്ത് പോലും കണ്ടിട്ടില്ലാത്ത എന്നെ ആർക്ക് വേണേൽ ഇൻഫ്ലുവൻസ് ചെയ്ത്, ഇപ്പോൾ വേടം വന്നിട്ട് വന്നില്ല എന്നെ കണ്ടാരും ഇൻഫ്ലുവൻസ് ആവരുത് മക്കളെ എന്നൊക്കെ പറയുന്ന പോലെ പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ആ കാര്യത്തിൽ വേണം നിങ്ങൾ എന്നെ കണ്ടുപിടിച്ചു, ഒരു കുഴപ്പമില്ല. അമ്മാതിരി കേസൊന്നും നിങ്ങൾ നോക്കുകയും വേണ്ട, അത് നടക്കത്തില്ല. പിന്നെ ആകെ പറ്റുന്ന കാര്യങ്ങളാണ് എന്താ പറയുക, ഞാൻ എന്തിനും പറഞ്ഞു, ഞാൻ ആ പറഞ്ഞതിനകത്ത് എന്തോ ഉണ്ട് എന്നൊക്കെ പറയുന്ന സാധനമേ നോക്കാനുള്ളൂ. അത് നിങ്ങൾ മാക്സിമം ചെയ്യുന്നുണ്ട്. അതിന് ഈ സകല മീഡിയയും അല്ലെ ഈ പറഞ്ഞ പലരും വളരെയധികം സഹകരിച്ച് ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാവോ അതെല്ലാം നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം. നിങ്ങളോടൊക്കെ എന്ത് പറയാൻ അല്ലേ, അതൊരു ഗതികേടാണ് കേട്ടോ. എന്തോരം നോക്കുന്നു. 10-13 വർഷമായിട്ട് ഞാനിവിടെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു, പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഇവരെല്ലാം ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരു പീഡനം, ഒരു പെണ്ണ് കേസ്, അല്ലെങ്കിൽ ഒരു പോക്സോ എങ്കിലും ഇവന് കിട്ടണമല്ലോ. ആരെങ്കിലും കൊണ്ട് കൊടുപ്പിക്കാമെന്ന് വിചാരിച്ചാൽ പോലും ഈ പ്രദേശത്തോട്ടൊന്നും ആർക്കും അടുക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ ഓർത്ത് നോക്കി. എന്നാലോ ഈ വേടനെന്നൊക്കെ പറഞ്ഞ ആൾ എന്നെക്കാളും പിന്നീടാണ് ഞാൻ ഈ വേടനെ കാണുന്നത്. അല്ലാതെ ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങുന്ന സമയത്ത് വേടനൊന്നുമില്ല. അന്ന് ആദ്യ യുവന്മാർ കള്ളക്കഥ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഞാൻ എന്തോ പെങ്ങളെ പീഡിപ്പിച്ചിട്ട് നാട് വിട്ടവനാണെന്ന് പറയാൻ പോസ്റ്റർ അടിച്ചിറക്കി വിടുന്നു. പിന്നെ വീട്ടിൽ തോക്കും കൊണ്ട് വന്നവൻ തോക്കും കൊണ്ട് വന്നിട്ടും ഒരു നടപടി പോലും എടുക്കാതെ പോലീസ് ഒഴിവാക്കുന്നു. പിന്നെ എന്നെ എന്തെങ്കിലും ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോഴൊക്കെ ഓടിച്ചിട്ട് പിടിക്കുന്നു. ഭയങ്കര തെളിവെടുപ്പൊക്കെ അന്ന് തന്നെ നടത്തുന്നു. തോക്കൊക്കെ പിന്നാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ഇവൻ്റെ റൂമിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചാലേ